ആലപ്പുഴ കലവൂരിൽ 73കാരിയെ കൊന്നു കുഴിച്ചുമൂടിയ കേസിൽ കൊലപാതകത്തിന് മുൻപ് കുഴിയെടുത്തതായി പോലീസ് നിഗമനം. മാത്യൂസും ശർമിളയും സ്ഥിരം മദ്യപാനികളായിരുന്നുവെന്നും മാത്യൂസിനും ശർമിളയ്ക്കും സുഭദ്രയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും മാത്യൂസിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. പ്രതികൾക്കായുള്ള അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കും പോലീസ് വ്യാപിപ്പിച്ചു. ആസൂത്രിതമായ കൊലപാതകമാണ് സുഭദ്രയുടേതെന്ന നിഗമനത്തിലാണ് പോലീസ്. കൊലപാതകത്തിനു മുൻപ് പ്രതികൾ കുഴിയെടുത്തു. കുഴിയെടുക്കാൻ വന്നപ്പോൾ കൊല്ലപ്പെട്ട സുഭദ്രയെ കണ്ടിരുന്നുവെന്നും കുഴിയെടുത്തയാൾ പോലീസിന് മൊഴി നൽകിയതായാണ് സൂചന. സുഭദ്രയുടെ കൊലപാതകം സ്വർണത്തിനു വേണ്ടിയായിരുന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആഭരണങ്ങൾ ആലപ്പുഴയിലും ഉടുപ്പിയിലും ശർമിള പണയം വെച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട സുഭദ്രയെ അറിയാമെന്ന് മാത്യുവിന്റെ മാതാപിതാക്കൾ പറയുന്നു. ആന്റി എന്നാണ് ശർമിള സുഭദ്രയെ കുടുംബത്തിന് പരിചയപ്പെടുത്തിയിരുന്നത്. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു. ഇവർക്കിടയ്ക്ക് 7000 രൂപ ഇവള് വാങ്ങിച്ചതായിട്ട് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് കാശ് തരാണ്ട് ഞാൻ പോവുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ സ്വരവും ബഹളവും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു പണി ചെയ്യും, കാശ് ഞാൻ തരാം, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സ്വരമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ശർമിളയും മാത്യൂസും സ്ഥിരം മദ്യപാനികളാണ്. മദ്യപിച്ച് വഴക്കിടുന്ന കാരണത്താലാണ് ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടത്. ഭയങ്കരമായിട്ട് മദ്യപിക്കും. ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മദ്യപിക്കും. കുറച്ച് ഒരു വീട്ടിലാക്കിയാണ് പോയി മദ്യപിച്ച് ഇവിടെ വന്നു കിടന്ന് രാത്രി വന്നു കിടന്നിട്ടാണ് ഭയങ്കര വഴക്കാണ്. അവരും മദ്യപിക്കും, രണ്ടും കൂടെ വഴക്കാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സുഭദ്രയുടെ മൃതദേഹം എറണാകുളം കടവന്ത്രയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ജനം ആലപ്പുഴ.